ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു സിമ്പിൾ ചിക്കൻ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിനായിട്ട് സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. സിമ്പിളായിട്ട് സാധാരണ നിങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ചിക്കൻ വാഷ് ചെയ്ത് ചിക്കൻ ഇട്ടിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ കുറച്ച് ഒലിവ് ഓയിലും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ചാനലിൽ തുടക്കമാണ്. കുക്കിംഗ് ഷോ ഒക്കെ ഞാൻ അങ്ങനെ ആദ്യം ചെയ്തിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. റെക്കോർഡ് ചെയ്യുന്നതും ഇതൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കണം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് വരാം. അപ്പോൾ ഞാൻ ചില്ലി കാശ്മീരി 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഒലിവ് ഓയിൽ, ഇത്രയും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിനി ഒരു പാൻ ചൂടാക്കി അതിൽ ഓയിൽ ഒഴിച്ച് അതിലൊരു ടീസ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ എണ്ണ ചൂടായി അതിൽ ചിക്കനിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ പാനിൽ തന്നെയാണ് ഫ്രൈ ചെയ്യണത്. അപ്പോൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, സാധാരണ തന്നെ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണ പോലെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരു സൈഡ് പാകമാകുമ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം മതി. നല്ലപോലെ ഡീപ്പ് ഫ്രൈ ആയിട്ട് മുരിയും വേണ്ട, ഒത്തിരി സോഫ്റ്റ് ആവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പും കൂടി ഇട്ടിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഒരുപാടങ്ങ് ഡ്രൈ ആവണമെന്നില്ല, നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും ചെയ്യണമെന്നില്ല. കുറച്ചൊരു ഹാഫ് സോഫ്റ്റ് ആവണമെന്ന രീതിയിൽ ചെയ്താൽ മതി. ഒരുപാടങ്ങ് ഡ്രൈ ആവണ്ട. കാരണം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഒത്തിരി ഡീപ്പ് ഫ്രൈ ആവുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനത് കോരിയെടുത്തു. ആ എണ്ണയിൽ അതിൽ നിന്ന് കുറച്ചധികം എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് ഞാൻ സവാള കട്ട് ചെയ്ത് വെച്ചത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ട് ബാക്കിയുള്ള ഇതിടാം. ഒരുപാട് വഴന്ന് പോകണ്ട, ഒരു മീഡിയം വരെ ഒന്ന് വഴന്ന് വന്നിരുമ്പോൾ അതിൽ ഇഞ്ചി,
വെളുത്തുള്ളിയും പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിടാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഇളക്കുന്നുണ്ട്. എൻ്റെ കാറ്റ് എൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, അതിന് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ആൾക്ക് വിശന്ന് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. കിറ്റനാണ്, 4 month old കിറ്റൻ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കട്ട് ചെയ്തത് അതിൽ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒന്ന് പച്ചമണം പോയി മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമല്ലോ. ഇങ്ങനെ നല്ല ഗ്രേവി ആവണ പോലെ ഗ്രേവി ആക്കിയിട്ടല്ല എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് അത് വഴന്ന് കിട്ടണമെന്നില്ല. ഒരു മീഡിയം വരെ ഒന്ന് വഴന്നാൽ മതി. കുറച്ച് കറിവേപ്പില ഇട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെയും പാകത്തിന് നോക്കിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പേസ്റ്റിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൽ തക്കാളി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റിയിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ടിട്ട് തക്കാളി ഒന്ന് വേവണ വരെ ഒന്ന് വഴറ്റി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവരും ചെയ്യുന്ന കറിയൊക്കെ തന്നെയാണ് ഇത്. സ്പെഷ്യലായിട്ടുള്ള കറിയൊന്നുമല്ല. അപ്പോൾ ഞാനിന്ന് അത് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. എല്ലാവരും തന്നെ ഇതിന് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ. അപ്പോൾ അത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ ഒരു കുത്തൽ മണം പോണ വരെ ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വേവാനായിട്ടൊന്ന് ഒരു 2 സെക്കൻഡ് അടച്ചു വയ്ക്കാം. അപ്പോൾ അതായിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വഴറ്റി തക്കാളിയും മസാലയും എല്ലാം കൂടെ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ആ മസാലയിലൊന്ന് ഇട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ അതിൻ്റെ ഒരു ഗ്രേവി ഇത് മാത്രമേ ഒഴിക്കണുള്ളൂ, വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. എന്നിട്ട് ആ ചിക്കനും ഇതിട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വയ്ക്കാം.
നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും മസാല എല്ലാ ചിക്കനിലെല്ലാം പിടിക്കുന്ന രീതിയിലൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. കാരണം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാതെ നോക്കണം. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം. ചിക്കൻ വെന്തതാണ്, എന്നാലും അതിലേക്കുന്ന മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മല്ലിയില അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മല്ലിയില ഇടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ റോസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും പൊടികൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. നിങ്ങൾ സാധാരണ വെക്കുന്ന രീതിയിൽ ഏതായാലും ഇത് ഞാൻ പെട്ടെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുബൂസിൻ്റെ കൂടെയാണ് ഞങ്ങളിന്ന് കഴിക്കുന്നത്. കുബൂസ് ചോറിൻ്റെ കൂടെ, കുബൂസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ലഞ്ചിനുള്ള ഞങ്ങളുടെ കുബൂസ് ചിക്കൻ റോസ്റ്റ് ആൻഡ് സാലഡ് റെഡിയാണ്.